ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആസ് യൂഷ്വൽ ഞങ്ങൾ ജിമ്മിൽ പോവുകയാണ്. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ റിയോമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റിയോമോൻ ആരാന്ന് ചോദിക്കും. ആരാ? സഞ്ജുവിൻ്റെ പെറ്റ് ഡോഗാണ് റിയോ. യെസ്. അപ്പോൾ അവനിന്ന് അപ്പോൾ 5 വയസ്സാവാൻ പോവാ. നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി കാര്യങ്ങളും ഞങ്ങളുടെ ജിം പരിപാടീസും അങ്ങനെയൊക്കെയായിരിക്കും ഇന്നത്തെ വീഡിയോ. അതെ, സോ നമുക്ക് പോവാം. നിനക്ക് കാലിനല്ലേ വയ്യാത്തത്? എന്ത് എന്ത് ഇല്ല, ഞാൻ ഇറങ്ങുവാ. ഇറങ്ങ ഈ ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. അറിയാവുന്ന പണിക്കെല്ലാം പോയാ പോരെ. എന്റെ കാല് പൊക്ക്, അവന്റെ തോങ്ങ് നല്ല സ്പീഡിൽ ഓടിയിട്ട് കാലിങ്ങനെ പൊങ്ങിക്ക്. ഇറക്കോട്ട് കാർഡിയോ നിനക്ക് ചെയ്യാൻ പറ്റും. എന്റെ കാലിന് വയ്യല്ലോ. ഇല്ല, എനിക്ക് മൊബിലിറ്റിയാ. കാല് റെഡി ആവുന്നവരെ എനിക്ക് കാർഡിയോ വലിയ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ബൈ ദ ബൈ, എന്റെ കാലിന്റെ ഇഷ്യൂ അറിയാവുന്നവർക്ക് പറയാം. എനിക്ക് MRI സ്കാൻ ചെയ്തപ്പം ചെറിയൊരു ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ട്, ചെറുതായിട്ട്. പക്ഷെ അത് ഓക്കെ ആയിക്കോളും. സോ അതിനിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ഗുഡ്. നമ്മളൊരു 2 ആഴ്ചക്കുള്ളിൽ കാലിന് വർക്കൗട്ട് തുടങ്ങാം അല്ലേ? വൈകുന്നേരം ഉണ്ടായില്ല. സഞ്ജു ബ്ലോഗർ സഞ്ജു ലൂമിനാറിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ജിമ്മിൽ വെച്ച് കണ്ടുമുട്ടി സോഫ്റ്റ്വെയർ ടെസ്റ്ററായ സഞ്ജു. പിന്നെ ഞങ്ങളുടെ വർക്കൗട്ടും കാര്യങ്ങളിലേക്ക് സ്റ്റാർട്ടായി. കാർഡിയോ ആയിരുന്നു ഇപ്പോൾ സഞ്ജു ചെയ്യുന്നത്. ഇത് പോണ കണ്ടാൽ തോന്നും എന്തോ റണ്ണിങ് റേസിന് പോകാൻ തന്നെ. മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്യാനാണ് ഈ പ്രകടനം. നമുക്ക് സഞ്ജുവിൻ്റെ മൗണ്ടൻ ക്ലൈമ്പിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആൾ ഭയങ്കര പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ടയേർഡ്, അത് ഇത്. ഇവിടെ ഓട്ടമത്സരത്തിനോടർക്ക് പോലും ഇത്ര ക്ഷീണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആവട്ടെ. പിന്നെ എൻ്റെ തുടങ്ങി. എനിക്ക് പിന്നെ അധികം കാലിൽ പ്രഷർ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. മൊബിലിറ്റി ആയത് പിന്നെ ആപ്സ് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ട്രെയിനർ തന്നെ ആപ്സ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ജിം വർക്കൗട്ട് വിഷ്വൽസ് കാണാം. അങ്ങനെ ഇപ്പൊ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മുടെ റിയോമോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇനിയിപ്പോ റിയോമോന്റെ ബർത്ത്ഡേ കേക്കൊക്കെ ചേട്ടൻ വാങ്ങാൻ പോയിട്ടുണ്ട് അല്ലേ? ഏത് കേക്കാ വാങ്ങാൻ പോണേ? അതൊക്കെ പറഞ്ഞൂടാ. പക്ഷെ നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ അതിന്റെ അടുത്ത്. ഞാൻ വൈറ്റ് ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഏതാ വാങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അവിടെ പോയി അവന്റെ കുറെ വിഷ്വലൊക്കെ എടുത്ത് എന്തായാലും കാണിച്ചു തരാമല്ലോ അല്ലേ? നമുക്ക് വേഗം പോവാം. നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി ജിമ്മിൽ നിന്ന് ഇറങ്ങിയ. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ വീട്ടിലെത്തി. ഇനിയിപ്പോ കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നേ ഉള്ളൂ. റിയോ ഒക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവൻ എന്തോ ഇവിടെ നടക്കണ്ടെന്നുള്ള മൈൻഡ് സെറ്റിൽ അവനിപ്പോ നടന്നിരിക്കാം. അപ്പൊ ഇനി നമുക്ക് വിഷ്വൽസ് കാണാം. ഇത് നമ്മുടെ പോപ്പിക്കുട്ടനാണ്. ഇത് നമ്മുടെ വേറെ ഡോഗാ. പോപ്പി അവിടെ അയ്യോ എൻ്റെ അടുത്ത് അവിടെ വേറൊരാള് നോക്കണു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് റിയോമോൻ. റിയോ ബർത്ത്ഡേ ബോയ് ഇവിടെ ദോശ കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. റിയോ, ഞാൻ വിളിച്ചാന്നും വരൂല. റിയോ എടാ, ഇന്ന് നിനക്ക് എത്ര വയസ്സാ? നിനക്ക് റിയോ എത്ര വയസ്സാ നിനക്ക്? ഇന്ന് 5 വയസ്സ്. 5 വയസ്സായിരുന്നു. ഇതാണ് നമ്മുടെ റിയോമോന്റെ കേക്ക്. പൊട്ടിച്ചിട്ടില്ല. കമോൺ ഗൈസ്, നമുക്കിത് പൊളിക്കാം. ഇവിടെ ഒരാള് എന്റെ കേക്ക് അതിന്റെ തൊപ്പി വേണോ? തൊപ്പി എടുക്ക്. സഞ്ജു അല്ലാട്ടാ മുറിക്കണ്ടേ? എനിക്കറിയാം മുറിക്കണ്ടേ. ആർത്തി മുപ്പ് മുറിക്കരുത്. ഞാൻ എന്തിനാ മുറിക്കണത്? കേക്ക് റിവീൽ ചെയ്യാൻ. ഇതാണ് ഞങ്ങളുടെ കേക്ക്, റിയോമോന്റെ. ഹാപ്പി 5th ബർത്ത്ഡേ റിയോ.
5 വയസ്സായല്ലേ? യെസ്, ഇതേ നമ്മുടെ 5 വയസ്സുകാരൻ ഇരിക്കണു. മമ്മി റിയോ മുറിക്കണ കേക്ക്. തൊപ്പി വെച്ചോളാനെ അത് ഒഫീഷ്യലി എന്നാച്ചോ. എടാ മോനെ ബർത്ത്ഡേ ബോയ് ആയല്ല നീ. ബർത്ത്ഡേ ബോയ് ആയല്ല. ഇത് ഇങ്ങനെ ചെവിയുടെ ഇപ്പുറത്ത് വെക്കണോ? എങ്ങനെയാ വെക്കണ്ടേ? ഇങ്ങനെയാണോ? ഇല്ലില്ല, അങ്ങനെച്ചോ. ഇതിപ്പോ ഞാൻ ചെവിയുടെ ഇപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ചെവി വേദന എടുക്കൂലേ വള്ളി കാരണം. അതിന് മാത്രം വെയിറ്റ് ഒന്നും ഇല്ലോ. നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് നല്ല വലിയ വെയിറ്റ് ഉള്ള പോലെ ആണല്ലോ. കേക്ക് വേണോ? അല്ല ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. നിക്കണ്ടാവാ റിയോ, നമുക്ക് കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. അയ്യോ ഇത് വാങ്ങിയില്ലേ? മെഴുകുതിരി വാങ്ങിയില്ലേ? പാട്ടോട് പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു റിയോ മോൻ. ബ്രെഡാ വേണോ? വേണോ 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 വേണോ? അങ്ങനെ അതിന് വായിൽ വെച്ച് കൊടുക്ക്. എല്ലാരും മുറിച്ചിട്ട് ഇത്തിരി. ഹാപ്പി ബർത്ത്ഡേ. എല്ലാം തിന്നോളൂ. പറയാത്ത ഇഷ്ടമുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. ഇല്ല ഇനി പൊക്കോ നീ. കൊറേ കഴിച്ചില്ലേ? ഇത്രയും കഴിക്കും. റിയോ മാറ്. ഇനി എടുക്കാനോ? വേണോ കേക്ക്? റിയോ അതെ ഇനി അതും ഇരിക്കുവാണെങ്കി അതെന്റെ കേക്ക്. ഗുഡ്. ഫൈനലി അങ്ങനെ 3ാമത്തെ കേക്ക് പീസ്, നല്ല അടിപൊളി കേക്ക് പീസ് ആയിരുന്നു. അത് വെച്ചില്ല, ഞാൻ ഐസിട്ട് ഒരെണ്ണം എടുത്തിട്ട് പുറത്തേക്ക് മുങ്ങി. അത് കേക്ക് ഗുഡ്. ഫൈനലി എന്താ അത് കഴിക്കണേ? എന്ത് ഷേക്കാ? കിറ്റ്കാറ്റ്. അത് കൊള്ളാം. ഇത് അവൻ കൊണ്ടുപോകട്ട. ഇല്ലില്ല. സോ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കിറ്റ്കാറ്റ് ഇല്ലാത്ത ഒരു നല്ലൊരു കിറ്റ്കാറ്റ് ഷേക്ക് ഞങ്ങൾ കുടിച്ചു. അപ്പൊ എന്താ പറയാ, അങ്ങനെ നമ്മൾ റിയോമൻ ഭയങ്കര ഹാപ്പിയാ. കേക്ക് കൊടുത്തു, ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് കേക്ക് ഞാൻ മാറ്റി വെച്ചു, അത് നാളെ സഞ്ജുമോൻ കഴിക്കും. പിന്നെ കുറച്ച് മധുവിനും കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? വീട്ടിൽ തന്നെ കൊടുക്കണേ. അതെ അതെ, അതൊക്കെ ഞാൻ വീട്ടിൽ കൊടുക്കും. അമ്മയ്ക്ക് അച്ഛനൊക്കെ കൊടുക്കണം. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഞങ്ങളൊരു ചെറിയൊരു കുഞ്ഞ് ഡേ ഞങ്ങളുടെ ഒരു എണ്ണം ഷെയർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിരുന്നേക്കും.